പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? പണം നമ്മുടെ കയ്യിലുണ്ടല്ലോ, അതിനേക്കാളും വലിയ എന്ത് പ്രശ്നമുള്ളത്? ഒറിജിനൽ ഡോക്യുമെന്റ്സ് വക്കീല് ചോദിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇല്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഉണ്ടെന്നും പറയാൻ പറ്റില്ലല്ലോ. അതെല്ലാം അവന്തിക മോഷ്ടിച്ചോണ്ട് പോയില്ലേ? അത് വക്കീലിന് അറിയില്ലല്ലോ. നമുക്ക് അദ്ദേഹത്തോട് കാര്യം പറയാം. അങ്ങനൊന്നും പറയാൻ പറ്റില്ല. ഡോക്യുമെന്റ്സ് നമ്മൾ കൊടുത്തേ പറ്റൂ. ഞാൻ നോക്കിയിട്ട് ഒരു വഴിയും കാണുന്നുമില്ല. ഒരു വഴിയുണ്ട്. എന്ത് വഴി? അച്ഛന്റെ അലമാരയിൽ നിന്നും അവന്തിക ഡോക്യുമെന്റ്സ് മോഷ്ടിച്ചല്ലേ കൊണ്ടുപോയത്? അതുപോലെ തിരിച്ചും മോഷ്ടിക്കണം. അല്ലാതെ വേറെ വഴിയില്ല. ഏയ്, അതൊന്നും നടക്കും തോന്നുന്നില്ല. അവിടെ പോയി ആരും മോഷ്ടിക്കാനാ? അതിനെ പറ്റി ഏത് കള്ളന്മാരെ നമുക്ക് വിശ്വസിക്കാൻ പറ്റും? കള്ളന്മാരെ ഒന്നും വിശ്വസിക്കണ്ട, പക്ഷെ എന്നെ വിശ്വസിക്കാം. എന്താ പറഞ്ഞേ? എന്നെ വിശ്വസിക്കാമെന്ന് മനസ്സിലായില്ലേ? ഞാൻ പോയി അവന്തികയുടെ വീട്ടിൽ നിന്നും ആ ഡോക്യുമെന്റ്സ് മോഷ്ടിച്ചു കൊണ്ടുവരാം. എന്താ ഞാൻ പറഞ്ഞ നിങ്ങൾക്കാർക്കും വിശ്വാസം വരുന്നില്ലേ? എന്നെ കൊണ്ടിത് ചെയ്യാൻ പറ്റില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അല്ല, അങ്ങനല്ല. ധനുഷ് വിചാരിച്ച. പക്ഷേ മോഷ്ടിക്കാന്നൊക്കെ പറയുമ്പോ മോഷ്ടിക്ക തന്നെ, അല്ലാതെന്താ? എന്നാ പിന്നെ ഞാനും കൂടെ വരാം. ആ, ഞാനും വരാം. നമുക്ക് ഒരുമിച്ച് പോവാം. ഇതെന്താ വല്ല സിനിമയ്ക്കും പോവാണോ? എല്ലാവരും കൂടി ഒരുമിച്ച് പോവാൻ? നിങ്ങൾ ആരും വരണ്ട. ഇതുപോലുള്ള കാര്യങ്ങൾക്ക് പോകുമ്പോ ഒറ്റയ്ക്ക് തന്നെ പോകുന്നതാണ് നല്ലത്. കേട്ടിട്ടില്ലേ, കള്ളൻ കാറ്റുപോലെ വരണമെന്ന്? ഒരു നേരിയ ശബ്ദം പോലും ഉണ്ടാക്കാതെ. പറയുന്ന കേട്ടിട്ട് നിനക്ക് മോഷ്ടിച്ച് നല്ല പരിചയമുണ്ടെന്ന് തോന്നല്ലോ. അങ്ങനെ പരിചയമൊന്നുമില്ല, പക്ഷേ ഈ മോഷണം ന്യായത്തിനും നേരിനും വേണ്ടിയാ. നമ്മുടെ കുടുംബത്തിന് വേണ്ടിയാ. അതുകൊണ്ട് എന്തൊക്കെ സംഭവിച്ചാലും ഞാനിത് ചെയ്തിരിക്കും. ഹലോ, നീ ഇപ്പൊ വലിയ കോടീശ്വരി ആയല്ലേ? അല്ല, അതിനിപ്പോ നിനക്കെന്താ വേണ്ടേ? സേതുമാധവനെ കേസ് നടത്താൻ നീയാണല്ലേ പണം കൊടുത്തത്? അതെ, അത് ചോദിക്കാൻ നീ ആരാ? ചതിച്ച് നേടിയതെല്ലാം കെട്ടിപ്പെറുക്കി തിരിച്ചു കൊണ്ടുവന്ന് വെപ്പിക്കും നിന്നെ ഞാൻ. ഞാൻ സ്വന്തമാക്കിയതിൽ ഒരു തരി പോലും ഇനി ആർക്കും തിരിച്ചു കിട്ടില്ല. അതിനി എന്റേത് മാത്രം. എന്റെ കയ്യിലുള്ള പണത്തിന്റെ പകുതി മാത്രമേ ഞാൻ ഇപ്പൊ കൊടുത്തിട്ടുള്ളൂ. നിന്നെ തോൽപ്പിക്കാനേ ആ പണം മുഴുവനും വേണമെങ്കിലും ഞാൻ കൊടുക്കും. നിന്റെ രണ്ട് നാത്തൂമാരെയും അവരുടെ ഭർത്താക്കന്മാരെയും പിന്നെ ആ തന്തയും എല്ലാം കൂടി പെരുവഴിയിലേക്ക് ഇറക്കി വിട്ടത് ഞാനാ. അവരിനി എന്നും പെരുവഴി തന്നെ ആയിരിക്കും. എടി, ചതിച്ച് നേടിയവരും അധർമ്മം ചെയ്തവരും ഒന്നും അധികകാലം ഭൂമിയിൽ വാണിട്ടില്ല. ഇതിനെല്ലാം ഒരു തിരിച്ചടി നിനക്ക് കിട്ടും, അത് നീ ഓർത്തോ. നാളെ പെരുവഴിയിൽ നീ കിടക്കുന്ന ഒരു കാലം വരും. ആഹാ, എത്ര നല്ല മനോഹരമായ നടക്കാത്ത സ്വപ്നം. നീ എങ്ങനെ സ്വപ്നം കണ്ടിരുന്നോ? അല്ല, നിന്റെ ഭർത്താവിന് പുതിയ വല്ല ജോലിയും കിട്ടിയോ? വേണമെങ്കിൽ എന്റെ ഡ്രൈവറായിട്ട് ഞാനൊരു ജോലി കൊടുക്കാം. എന്റെ ഭർത്താവിന് നല്ല വിദ്യാഭ്യാസ യോഗ്യതയുണ്ട്. അതനുസരിച്ച് എവിടെ പോയാലും അദ്ദേഹത്തിന് ജോലി കിട്ടുകയും ചെയ്യും. നിന്നെ പോലെ തരംതാണ ഒരുത്തിയുടെ ഡ്രൈവറായിട്ട് നടക്കേണ്ട ഗതികേടൊന്നും എന്റെ ഭർത്താവിന് വന്നിട്ടില്ല. ഒന്ന് വെച്ചിട്ട് പോടി. എന്റെ കുഞ്ഞിനെ പാല് കൊടുക്കാനും സമ്മതിക്കില്ലേ? അതോ കുഞ്ഞിനെടുത്ത് ഞാൻ ഇനി വേറെ വല്ലയിടത്തേക്കും പോണോ?
അവഗണിക്കരുത്. എനിക്കത് സഹിക്കാൻ കഴിയില്ല. അവൻ അടുക്കള വാതിൽ വഴിയായിരിക്കും കയറിയിരിക്കുന്നത്. ഇതിനകത്ത് കയറിയവൻ ആരായാലും അവൻ ജീവനോട് പോരുത്. ശരി.